നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ഇപ്പോ BJP-യുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക വന്നപ്പോൾ തന്നെ എല്ലാവരും വളരെ അസ്വസ്ഥരായിരുന്നു. BJP-കാരല്ല, കണ്ടുകൊണ്ടിരുന്നവർ. ഈ പറയല്ലേ, ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു ചെന്ന് ഇലയിൽ വീണാലും കണ്ടുകൊണ്ട് നിന്നവർക്കാണ് ഏനക്കേടെന്ന് പറയുന്നത് പോലെ കണ്ടു നിന്നവർ, BJP-യുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാഴ്ചക്കാരായി നിന്നവർക്കെല്ലാം വളരെ വിഷമമാണ്. അവർ കുറെ ആൾക്കാരെ പൊക്കിക്കൊണ്ടിരുന്നു, അവരെ കിട്ടിയില്ല ഇവരെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു വശത്ത്. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റെന്ന് ഒരു ഏറ്റ അടിയായി പോയി സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. അത് കേട്ടതോടെ ആദ്യം ആർക്കും പ്രതികരണം ഇല്ലായിരുന്നു. പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ ക്യാപ്സ്യൂളുകളും വിവരണങ്ങളുമായി കുറെ പേര് രംഗത്തെത്തി. അതിൽ പറഞ്ഞു വരുത്തുന്ന മറ്റൊരു വിവരമാണ്, ഒരു CPM കാരനെ വെട്ടിയ ശേഷം പ്രതിയായ ഒരു CPM കാരനെ വെട്ടിയ കേസിലെ പ്രതിയെയാണ് രാജ്യസഭയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോ CPM-കാരും അധികാര സ്ഥാനത്തിരിക്കുന്നവരാരും തന്നെ ഒരു കേസിലും, ഒരു പെറ്റി കേസിൽ പോലും പ്രതികളാകാത്തവരാണോ CPM-കാരെല്ലാവരും? അല്ല, ഒരു പക്ഷേ RSS-നെ BJP-യെ സംബന്ധിച്ചുള്ള CPM-ന്റെ കാഴ്ചപ്പാട് വേറേതാകും. കാരണം അവര് CPM-ഉം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യാത്ത ആൾക്കാരാണ് RSS-കാരെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. BJP-കാരും ഒക്കെ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാത്തവരാണെന്ന്. അതുകൊണ്ട് തന്നെ BJP-യുടെ അല്ലെങ്കിൽ RSS-ന്റെ പ്രവർത്തകർ നല്ല സ്വഭാവമുള്ളവരും മാന്യരും സംസ്കാര സമ്പന്നരും ഒക്കെ ആയിരിക്കണം. അങ്ങനെയുള്ളവരാണ് പാർലമെന്റിലേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും CPM-കാർക്കില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ, നേരെ മറിച്ച് അവരുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം, ഭാരതാംബ വിവാദം ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് ഭാരതാംബയുടെ ചിത്രം ഇതിന് പകരം ഉയർത്തി കാണിക്കുന്നത് ശിവൻകുട്ടിയുടെ ചിത്രമാണ്. അപ്പൊ അവരുടെ സംസ്കാരം എന്താണെന്ന് RSS-കാർ ഭാരതാംബയെ അവരുടെ പ്രതീകമായി ഉയർത്തിക്കാട്ടുമ്പോൾ നിയമസഭയ്ക്കകത്ത് താണ്ഡവമാടിയ ശിവൻകുട്ടിയാണ് അവരുടെ പ്രതീകമായി അവർ ഉയർത്തിക്കാട്ടുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഈ BJP-യും CPM-ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോ ഒരു വെട്ടുകേസിലെ പ്രതിയായ സദാനന്ദ മാസ്റ്ററെ അവിടേക്ക് കൊണ്ടുപോയി എന്ന് വിലപിക്കുന്നവർ, അപ്പോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രതിയായിരുന്ന ആളാണ്. അപ്പോ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ സാധാരണഗതി രാഷ്ട്രീയക്കാരുടെ പേരിൽ കേസ് വരിക സ്വാഭാവികമാണ്, രാഷ്ട്രീയ കേസുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോ നേരെ മറിച്ച് ഇപ്പോ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരെയൊക്കെ എടുത്തു നോക്കിക്കേ, ആരൊക്കെ ഏതൊക്കെ കേസിൽ പ്രതിയായവരാണ്. പത്തനാപുരത്ത് MLA എന്ന KV ഗണേഷ് കുമാർ ഭാര്യയുടെ അടികൊണ്ടു, നാട്ടിലുള്ള വേറൊരാളുടെ അടികൊണ്ടു, വേറൊരു ഭാര്യയുടെ ഭർത്താവിന്റെ അടികൊണ്ടു, അങ്ങനെ നിരവധി ആരോപണങ്ങൾക്ക് വിധേയരായ വേറൊരു കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധിയായ സ്ത്രീക്ക് ഇയാളുടെ കുട്ടിയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരാളാണ് അവരുടെ ഒരു മന്ത്രി. അങ്ങനെ 1, 2, 3 എന്നും പറഞ്ഞ് വെട്ടുകേസ് ഉണ്ട്. 1, 2, 3 1, 2, 3 പ്രസംഗം നടത്തിയ മണി. ഇനി ആരാണ് അവിടെ വേണ്ടത്? ഭാര്യയെ തല്ലി ഗാർഹിക പീഡനത്തിന് കേസായ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി. അങ്ങനെ ഓരോ കാര്യം എടുത്തു നോക്കിയാലും ജട്ടി കേസിൽ പ്രതിയായ ആന്റണി രാജു. ഇനി ആരാണ് അവിടെ ഉള്ളത്? അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാവ്ലിൻ കേസിൽ പ്രതിയായ മുഖ്യമന്ത്രി, ഇനി സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി. ഇനി ആരാണത് എവിടെ ആരോപണ വിധേയരാവാനുള്ളത്? ഇതൊക്കെ വെച്ചുകൊണ്ടാണ് സദാനന്ദ മാസ്റ്റർ ഏതോ വെട്ടുകേസിൽ പ്രതിയായിരുന്നത് പ്രചരിപ്പിക്കുന്നത്. ഏതായാലും വലിയ അമ്പരപ്പ് ഇവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പാർലമെന്റിലേക്ക് ഈ 2 കാലും ഇല്ലാതെ അദ്ദേഹം കയറി ചെല്ലുമ്പോൾ കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തെ പറ്റി കൃത്യമായ ഒരു വിവരം കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്കും MP-മാർക്കും ഉണ്ടാകും എന്നുള്ളതും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്യാപ്സ്യൂളുകൾ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ മാധ്യമങ്ങളടക്കം സി സദാനന്ദൻ എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. എന്നാൽ തയ്യൽ ടീച്ചറെയും അത്തരത്തിലുള്ള ടീച്ചർമാരെയൊക്കെ ടീച്ചർ എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ, ഏതായാലും അദ്ദേഹം അധ്യാപകനാണ്. ശശികല ടീച്ചറും അധ്യാപികയാണ്. പക്ഷെ അവരൊക്കെ സ്കൂളുകളിലും, ശശികല ടീച്ചർ ചരിത്രാധ്യാപികയാണ്. അതുപോലെ മറ്റൊരു മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ. അപ്പൊ ഈ മാസ്റ്റർമാരെയും ഈ മാഷുമാരെയൊക്കെ കണ്ടിട്ടുള്ളവർ സദാനന്ദ മാഷിനെ പോലുള്ളവരെയോ ശശികല ടീച്ചറിനെ പോലുള്ളവരെയോ കൃഷ്ണദാസിനെ പോലെയുള്ളവരെയൊക്കെ കാണാതെ പോകുന്നുണ്ട്. കൃഷ്ണദാസ് BJP-യുടെ കൃഷ്ണദാസും അധ്യാപകനായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ യോഗ്യത? അതായത് സദാനന്ദ മാഷിനെ അവിടേക്ക് എത്തിക്കാനുള്ള യോഗ്യത എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്ട് 30 വർഷം മുന്നോട്ട് പോകണം, അധ്യാപകനായി ജോലി ചെയ്യുകയും ഒപ്പം അദ്ദേഹത്തിന്റെ കാല് 2 പോയിട്ട് പോലും സംഘടനാ പ്രവർത്തനം ചെയ്യുകയും ഉശിരോടെ ഉയർന്നു നിന്ന് നടക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ കണ്ടാൽ പോലും നമുക്ക് 2 കാലുമില്ലാത്ത കൃത്രിമ കാലിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് എന്ന് ഒരു തരത്തിലും തോന്നുക പോലുമില്ല. അത്രയേറെ ആത്മവിശ്വാസമുള്ള,
അത്രയേറെ അദ്ദേഹം ഏത് ആശയത്തെ സ്വാംശീകരിച്ചോ ആ ആശയത്തോട് അത്രയധികം പ്രതിബദ്ധതയുള്ള അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് BJP അയക്കുന്നതിന് ആർക്കാണ് പ്രശ്നം? എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് മനസ്സിലാവുന്നത്? ഏതായാലും നമ്മുടെ സി റഹീമിനെ പോലുള്ളവരൊക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അങ്ങോട്ട് അയക്കുമ്പോൾ അവരെക്കാട്ടിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് സദാനന്ദ മാഷ് എന്ന് നമുക്ക് അറിയാത്തതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാഷിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ മാഷിനെ ഇത്തരത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ കേരളത്തിൽ കാര്യമൊന്നുമില്ലെന്നേ. കേരളത്തിൽ 10 ക്യാപ്സുകൾ ഉണ്ടാക്കി ആര് കാണാൻ? കേരളത്തിലെ 10 പേര് കണ്ടിട്ട് CPM കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കില്ല. തൽക്കാലത്തേക്ക് ഒരു ചുമ്മാതെ വെറുതെ 4 ക്യാപ്സുകളുകൾ അവരുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഒക്കെ ആയി രശ്മി ആർ നായരെ പോലുള്ളവർ, CPM-ന്റെ തത്വ ആചാര്യ രശ്മി ആർ നായരെ പോലുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ള, സത്യം പറഞ്ഞാൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ചർച്ച പോലും ചെയ്യുന്നില്ല. അവരാരാണ് എന്താണെന്നുള്ളത് ചെയ്യുന്ന പ്രവൃത്തിയും അവർ പറയുന്ന വാക്കുകളും അവർ ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ തമ്മിൽ ഒരുമിച്ച് പോകുന്നതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇത്തരം താത്വികാചാര്യന്മാരുടെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് പോലും എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരൻ ചോദിക്കുന്നത് എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ്. നമുക്ക് കോൺഗ്രസ്സുകാരുടെ യോഗ്യതകളൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഒരു സ്ത്രീ വെച്ച് സോളാർ പാനൽ വിൽക്കാൻ വന്ന, അല്ലെങ്കിൽ സോളാർ പാനൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വന്ന ഒരു യുവതി, ആ യുവതിയുടെ പുറകെ ഒരു നിയമസഭയിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ച് പോയ ചരിത്രമുള്ളവരാണ് കോൺഗ്രസ്സുകാർ ഈ മറ്റുള്ളവരുടെ മറ്റ് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് അല്പം ഉചിതമാവുക. എന്ത് യോഗ്യതയുടെ പുറത്താണ് അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, KC വേണുഗോപാൽ, AP അനിൽകുമാർ, വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി, OM ജോർജ്, ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് യോഗ്യതയുടെ പേരിൽ, ഇവരെല്ലാം ബലാത്സംഗ കേസിലെ പ്രതികളാണ്, എന്ത് യോഗ്യതയുടെ പേരിലായി നിയമസഭയിൽ പോയിരിക്കുന്നു? അപ്പോ ആ യോഗ്യതയുടെ മാനദണ്ഡം എന്താ? ബലാത്സംഗ കേസിൽ പ്രതികളായാൽ പോകാമോ? അപ്പോ സദാനന്ദ മാഷ് ഏതായാലും ബലാത്സംഗ കേസിലെ പ്രതിയല്ല. അദ്ദേഹത്തിന്റെ 2 കാലും ഏതെങ്കിലും രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലും എനിക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. എങ്കിൽ പോലും അദ്ദേഹം ഇത്രയും വർഷം സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഒരു പോക്സോ കേസിലും പ്രതിയായിട്ടില്ല. നല്ല മികച്ച അധ്യാപകരുടെ പേരുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് 2 കാലും ഇല്ലാതിരുന്നിട്ടും നിവർന്നു നടന്ന് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ യോഗ്യത അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ കോൺഗ്രസ്സുകാര് ആരും, രാജ്മോഹൻ ഉണ്ണിത്താന്റെ യോഗ്യത എന്തായിരുന്നു? നമ്മൾ കണ്ടതല്ലേ കാസർഗോഡ് നടന്ന സംഭവം. ഓരോരുത്തരുടെ കോൺഗ്രസ്സുകാരുടെ യോഗ്യത അളക്കാൻ പോയി, കോൺഗ്രസ്സുകാരുടെ CPM-ന്റെ യോഗ്യത അളക്കാൻ പോയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു ഊഹവുമില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തല വായടക്കി മിണ്ടാതിരിക്കുന്നതായിരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് നല്ലത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതൊക്കെ വാരിയിട്ടലക്കി വീണ്ടും ചർച്ച ചെയ്യുന്ന അവസ്ഥയെത്തും. ഏതായാലും ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ സർക്കാരിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയെ പോലും വെറുതെ വിട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തായിരുന്നു ആ സർക്കാരിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉമ്മൻചാണ്ടി അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ യോഗ്യത അളക്കാതെ മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള ഭൂഷണമാകുക എന്ന് പറയാൻ. അഴിമതിയുടെ കാര്യം നോക്കിയാൽ ആരൊക്കെയാണെങ്കിൽ പ്രതിയാക്കപ്പെടുക? രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ, അതുപോലെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ളവർ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങളിലും പെട്ടിട്ടില്ലേ? VS ശിവകുമാർ ബാർക്കോഴ കേസിലുണ്ടായിരുന്നു, VK ഇബ്രാഹിം കുഞ്ഞൻ കുഴൽപ്പണം ഫ്ലൈ ഓവർ അഴിമതി. ഇങ്ങനെ അഴിമതിയുടെ കാര്യം നോക്കിയാലും അദ്ദേഹം ഇത്രയും കാലം സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടും സ്കൂളിൽ പ്രവർത്തിച്ചിട്ടും ഒന്നും അദ്ദേഹം ഒരു അഴിമതിയോ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തനം നടത്തിയാൽ നമുക്കറിയില്ല. ഇനി കോൺഗ്രസിന്റെ കാലത്തെ അഴിമതി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാർക്കോഴ അടക്കം വീടിനുള്ളിൽ ഒരു പണം എണ്ണുന്ന മെഷീൻ തന്നെ വാങ്ങിവെച്ച് KM മാണി ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ അഴിമതിയുടെ കാര്യം നോക്കിയാലും സ്ത്രീകളെ കാര്യം നോക്കിയാലും ബലാത്സംഗ കേസുകളുടെ കാര്യം നോക്കിയാലും ഒക്കെ മുന്തിയ ഒരു സർക്കാരായിരുന്നു കോൺഗ്രസിന്റെ സർക്കാർ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുന്ന സദാനന്ദൻ മാസ്റ്ററുടെ യോഗ്യത അളക്കുമ്പോൾ സ്വന്തം കൂടെ ഇരിക്കുന്നവരുടെ യോഗ്യതയും സ്വന്തം യോഗ്യതയും ഒക്കെ ഒന്ന് അളന്നു നോക്കുന്നതാകും നല്ലത് എന്ന് പറയാൻ.